ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഐഡിയാസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് IT-യുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു തരാം. എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽക്കരണ പഞ്ചായത്ത് വെള്ളനാട്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽക്കരണ പഞ്ചായത്ത് ഏതാണ്? വെള്ളനാട് പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽക്കരണ പഞ്ചായത്ത്. സീഡിറ്റ് വികസിപ്പിച്ച മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? സീഡിറ്റ് വികസിപ്പിച്ച മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് കാവേരി. ഏതാണ്? കാവേരി. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽക്കരണ പഞ്ചായത്ത് വെള്ളനാട്. സീഡിറ്റ് വികസിപ്പിച്ച മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? കാവേരി. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്താണ് ചമ്രവട്ടം. ഏതാണ്? ചമ്രവട്ടമാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് ചമ്രവട്ടം. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം. കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? ജില്ല മീൻസ് ഇന്റർനെറ്റ് ജില്ല. എറണാകുളമാണ്. കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. ഏതാണ്? മലപ്പുറം. കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല മലപ്പുറം. കേരളത്തിലെ ആദ്യ സാക്ഷരതാ നഗരം ഏതാണ്? കേരളത്തിലെ ആദ്യ സാക്ഷരതാ നഗരം കോഴിക്കോടാണ്. ഏതാണ്? കോഴിക്കോട്. കേരളത്തിൽ സമ്പൂർണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ PSC ഓഫീസ് ഏതാണ്? കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിൽ സമ്പൂർണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ PSC ഓഫീസ്. കേരളത്തിലെ ആദ്യ സാക്ഷരതാ നഗരമാണ് കോഴിക്കോട്. കേരളത്തിൽ സമ്പൂർണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ PSC ഓഫീസ് ഏതാണ്? കാസർഗോഡ്. മലയാളത്തിലെ ആദ്യ ഇമെയിൽ നോവൽ. മലയാളത്തിലെ ആദ്യ ഇമെയിൽ നോവൽ ഏതാണ്? നൃത്തം. M. മുകുന്ദന്റെ നൃത്തമാണ് മലയാളത്തിലെ ആദ്യ ഇമെയിൽ നോവൽ. മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുകളുള്ള ആദ്യ സംസ്ഥാനം ഏതാണ്? മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുകളുള്ള ആദ്യ സംസ്ഥാനമാണ് കേരളം. മലയാളത്തിലെ ആദ്യ ഇമെയിൽ നോവൽ നൃത്തം, M. മുകുന്ദന്. മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുകളുള്ള ആദ്യ സംസ്ഥാനം കേരളം. സ്വന്തമായി വെബ്സൈറ്റുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമം. സ്വന്തമായി വെബ്സൈറ്റുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഹാൻസ്ദഹർ. ഹരിയാനയിലെ ഹാൻസ്ദഹർ ആണ് സ്വന്തമായി വെബ്സൈറ്റ് ഉള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമം. ഹാൻസ്ദഹർ, ഹരിയാന. ഇന്ത്യയിലെ ആദ്യ ഇന്റർനെറ്റ് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഇന്റർനെറ്റ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. സ്വന്തമായി വെബ്സൈറ്റ് ഉള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമാണ് ഹാൻസ്ദഹർ. ഇന്ത്യയിലെ ആദ്യ ഇന്റർനെറ്റ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. മലയാളത്തിലെ ആദ്യ ഇന്റർനെറ്റ് മാഗസിൻ. മലയാളത്തിലെ ആദ്യ ഇന്റർനെറ്റ് മാഗസിൻ പുഴ.com. ഏതാണ്? മലയാളത്തിലെ ആദ്യ ഇന്റർനെറ്റ് മാഗസിൻ ഏതാണ്? പുഴ.com. ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാണ്? ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ആണ് SBT. ഏതാണ്? SBT ആണ് ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക്. മലയാളത്തിലെ ആദ്യ ഇന്റർനെറ്റ് മാഗസിൻ പുഴ.com. ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാണ്? SBT. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം, ഇന്റർനെറ്റ് സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഇന്റർനെറ്റ് സംസ്ഥാനം പഞ്ചാബ്. ഏതാണ്? പഞ്ചാബ്. മാൻഹോളുകളും സിവേജ് പൈപ്പുകളും വൃത്തിയാക്കാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ ജെൻ റോബോട്ടിക്സ് നിർമ്മിച്ച യന്ത്രമനുഷ്യന്റെ പേര് എന്താണ്? ബാൻഡിക്കൂട്ട്. ബാൻഡിക്കൂട്ട് എന്നാണ് മാൻഹോളുകളും സിവേജ് പൈപ്പുകളും വൃത്തിയാക്കാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ ജെൻ റോബോട്ടിക്സ് നിർമ്മിച്ച യന്ത്രമനുഷ്യന്റെ പേരാണ് ബാൻഡിക്കൂട്ട്. ഇതൊക്കെ PSCക്ക് ചിലപ്പോൾ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ബാൻഡിക്കൂട്ട് മറന്നുപോണ്ട. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.